സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫരീദാബാദിൽ പിടിയിലായ ഡോക്ടേഴ്സുമായി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദിന് അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായ് ഉൾപ്പെടെ പിടിയിലായതോടെ ഉമർ മുഹമ്മദ് അതിവേഗം പുതിയ പദ്ധതിയിട്ടതാണ് ഡൽഹിയിലെ ചാവേർ ആക്രമണം എന്നാണ് ഒടുവിലത്തെ നിഗമനം. രാജ്യത്ത് വിദ്യാസമ്പന്നരെയും ഉയർന്ന ജോലിക്കാരെയും ഉപയോഗിച്ചുള്ള വൈറ്റ് കോളർ ഭീകരതയ്ക്ക് വ്യാപകമായി കളമൊരുക്കുന്ന സൂചനയും ശക്തമാവുകയാണ്. ജമ്മു കശ്മീരിലെ പുൽവാമയ്ക്ക് സമീപമുള്ള കോലി സ്വദേശിയാണ് ഡോക്ടർ ഉമർ മുഹമ്മദ്. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കി. ഫരീദാബാദിലെ അൽ-ഫലാഹ് സർവകലാശാലയിലെ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഇതേയിടത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമായി പിടിയിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായ്. ഇയാളും പുൽവാമ സ്വദേശി. ഇയാൾക്കൊപ്പം അൽ-ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ലക്നൌ സ്വദേശിനി ഡോക്ടർ ഷഹീനും പിടിയിലായിരുന്നു. ഇതോടെയാണ് സഹപ്രവർത്തകനായ ഡോക്ടർ ഉമർ മുഹമ്മദ് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അറസ്റ്റിലായ സൗത്ത് കശ്മീരിലെ ക്വാസികുണ്ട് സ്വദേശി ഡോക്ടർ അദീൽ മജീദ് റാത്തറിനും ഫരീദാബാദ് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ളവരെയും ഉയർന്ന ജോലിക്കാരെയും ലക്ഷ്യമിട്ടുള്ള വെള്ളക്കോളർ ഭീകരപ്രവർത്തനങ്ങൾക്ക് രാജ്യാന്തര ഭീകര സംഘടനകൾ ലക്ഷ്യമിടുന്ന സൂചനയാണ് ഇവരുടെ അറസ്റ്റിലൂടെ തെളിയുന്നത്. ഇക്കഴിഞ്ഞ 19-ന് ശ്രീനഗറിലെ നൌഗ്രാമിലും പരിസര പ്രദേശത്തും കണ്ട ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകളിൽ നിന്നാണ് അന്വേഷണം വെള്ളക്കോളർ ഭീകരതയിലേക്ക് കേന്ദ്രീകരിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള CCTV പരിശോധനയിൽ നിന്നാണ് ഡോക്ടർ മുസമ്മിൽ അഹമ്മദിലേക്ക് പോലീസ് എത്തിയത്. ഇയാൾ ഉൾപ്പെടെയുള്ളവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് 3000 കിലോയോളം സ്ഫോടക വസ്തുക്കളും AK-47 ഉൾപ്പെടെയുള്ള നിരവധി ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.